അത്രയൊന്നും പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഉള്ളത് പറയാലോ, അപകടത്തിന് ശേഷമുള്ള ആ കൊച്ചിന്റെ പെരുമാറ്റം, ആ എളിമ, ആ വിനയം, അതൊന്നും അത്ര നിസ്സാരമല്ല. അതവള് പഠിപ്പിക്കുന്നതാ ആ സിത്താര. തറവാട്ടിലേക്ക് വന്ന് കയറുന്നതിന് മുമ്പുള്ള ട്രെയിനിങ്. അതെ അമ്മേ, എന്ത് അടക്കത്തിലും ഒതുക്കത്തിലും അവള് സംസാരിക്കുന്നേ. മുത്തശ്ശിയും ബാക്കിയുള്ളവരെയും കയ്യിലെടുത്ത രീതി കണ്ടോ? ആ അതേടി മോളെ, ശത്രുക്കൾക്ക് പോലും അവളോട് ഇപ്പോ ഒരു ബഹുമാനം തോന്നുന്നില്ലേ? എന്തിന് നമുക്ക് 3 പേർക്കും തോന്നിയില്ലേ? എനിക്ക് തോന്നിയില്ല, എന്റെ മോക്കും തോന്നിയില്ല, പക്ഷേ നിങ്ങൾക്ക് തോന്നും. ഇപ്പെന്താ, അവള് കാണിച്ച ധൈര്യത്തിന്റെയും എളിമയുടെയും വിനയത്തിന്റെയും ഒക്കെ കുറ്റ എന്റെ തലയിലോട്ട് കേറി വരുന്നത് കണ്ടാ ഞാൻ ഇനി ഇവിടെ ശരിയാവൂല. നിങ്ങൾ അമ്മയ്ക്കും മോക്കും കൂടെ തട്ടിക്കളിക്കാൻ ഒരു പാവയെ പോലെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആയിക്കോ ആയിക്കോ. എന്നാലും എന്തായിരിക്കും അമ്മേ അവൾക്ക് വന്ന മാറ്റത്തിന്റെ കാരണം? അച്ഛൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ശക്തി അവളുടെ ശരീരത്തിൽ കൂടിയതാണോ? സംശയം നമുക്ക് തീർക്കണം. ഇനി എങ്ങനെ അവൾ മുന്നോട്ട് പോകുന്നു നോക്കട്ടെ. ഇനിയിപ്പൊ ബാധയല്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ആയെന്ന് പറഞ്ഞാലും നമ്മൾ അവളെ വിടില്ല. കുഴി കുഴിച്ചിട്ട് അതിൽ വീണില്ലെങ്കിലും വാരിക്കുഴി കുത്തും ഒടുക്കത്തെ വീഴ്ചയ്ക്ക്. പിന്നെ എല്ലാവരും അവളെ അഭിനന്ദിക്കുകയായിരുന്നു. അവളെ നമ്മൾ കരുതുന്ന പോലൊരു സാധാരണ പെൺകുട്ടിയല്ല. ഒരുപാട് കഴിവുകളുണ്ട്, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചടക്കാനുള്ള കഴിവ്. അവളെ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന കണ്ടപ്പോ എനിക്കും അഭിമാനം തോന്നി. അപ്പോ സ്ഥിരമായിട്ട് ഞാനിവിടെ മുറി അടച്ചിരിക്കണം? മമ്മിക്ക് മകളായിട്ട് അവള് മതിയോ? മോളെ, അവൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെന്ന് മമ്മി പറഞ്ഞു കഴിഞ്ഞാ അവൾ എന്നെ മറികടക്കുന്നു എന്നല്ലേ? മമ്മിക്ക് എന്നെക്കാളും കൂടുതൽ സ്നേഹം അവളോടാണെന്നല്ലേ? മോൾ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? ഇന്നത്തെ ഫംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അതിന്റെ ഒരു സന്തോഷം പറഞ്ഞതല്ലേ? നോ മമ്മി, മമ്മി എന്നോട് കള്ളം പറയാൻ നോക്കണ്ട. എനിക്കറിയാം ഒടുവിൽ ഇങ്ങനെയൊക്കെ അത് സംഭവിക്കുള്ളൂ എന്ന്. ഒടുവിൽ മമ്മി അവളെ കുറിച്ച് പറയുള്ളൂ, അവളെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോ മകളായിട്ട് അവള് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് മമ്മി പറയും. സാറേ, ഈ വേലിയുടെ പൊസിഷൻ ഇതായിരുന്നില്ലല്ലോ. ഈ വേലി ഇപ്പോ നമ്മുടെ പ്രോപ്പർട്ടിയില്ല സാറേ. ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട്. കയ്യേറ്റം? അതെ സാറേ, വേലി ഇങ്ങോട്ട് ഒരുപാട് കയറ്റിക്കെട്ടിയിരിക്കുക. അത് വിട്ടുകൊടുത്താ നമുക്കൊരു 4-5 സെന്റ് സ്ഥലമെങ്കിലും നഷ്ടപ്പെടും. തനിക്ക് ഷുവറാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഓണറെന്ന് വിളിക്കാം. ഇപ്പൊ വിളിക്കാം സാറേ. ഹലോ ഹലോ, പരമേശ്വര സാറല്ലേ? അതെ, നിങ്ങളാരാ? സാർ, എന്റെ പേര് മാണിക്കുഞ്ഞ്. ചിറ്റൂര് സാറിന്റെ പ്രോപ്പർട്ടിക്ക് അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി കളരിക്കൽ ഗ്രൂപ്പിലെ നവീൻ സാർ വാങ്ങിയിട്ടുണ്ടല്ലോ. ഞാനേ നവീൻ സാറിന്റെ മാനേജരാ. എന്താ കാര്യം? സാറേ, സാറിന്റെ പ്രോപ്പർട്ടിയുടെ വേലി ഇപ്പൊ നിൽക്കുന്നതേ നവീൻ സാർ വാങ്ങിയ പ്രോപ്പർട്ടിയിലാ. നവീൻ സാറിന്റെ ഭൂമിയും സാറ് കുറച്ച് കയ്യേറിയിട്ടുണ്ട്. എനിക്കൊരുത്തന്നെ ഭൂമി ആവശ്യമില്ല. ഞാനേ കാലാകാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവനാ. വന്ന് കയറിയവന്മാരെ എന്നെ നിയമം പഠിപ്പിക്കണ്ട. അതെന്ത് പണിയാ സാറേ? ഞങ്ങള് വാങ്ങിയ ഭൂമി ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഞങ്ങളെ ഈ വേലി പൊളിച്ചു കളയാൻ പോവാ. വേലി തൊട്ടാ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടും. ഈ പരമേശ്വരനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ നാട്ടിലെ പരമേശ്വരൻ അളക്കുന്ന അളവ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ എന്തെങ്കിലും കെട്ടിപ്പൊക്കിയാ മതി. സാറേ, പ്രശ്നമാവേ? ഓ, പ്രശ്നം ഞാനങ്ങ് സഹിച്ചോളാം. കട്ടി, അയാള് കുറച്ച് കടുപ്പത്തിലാണല്ലോ സാറേ. കയ്യേറ്റൊഴിപ്പിക്കാനായിട്ട്
നിയമപരമായിട്ടുള്ള മാർഗങ്ങളില്ലേ, നമ്മൾ അത് നോക്കിയാൽ മതി. എന്തിനാ വെറുതെ ഒരു വഴക്ക്? ഹലോ സാർ, നവീന. പുതിയ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം വല്ലതും ഉണ്ടോ? അത് പറഞ്ഞാണല്ലോ സാധാരണ എന്നെ വിളിക്കാറ്. അത് സാർ ഒരു പ്രൊജക്ടിന്റെ പ്ലാനിങ്ങിലാണ്. പക്ഷേ ചെറിയൊരു പ്രോബ്ലം. എന്തുപറ്റി? എന്റെ പ്രോപ്പർട്ടി അനധികൃതമായിട്ട് ഒരാൾ കയ്യേറിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 സെന്റ് വരും. ചിറ്റൂരില്ല. ഇഷ്യൂ വല്ലതും ഉണ്ടായോ? ഇല്ല സാർ. മാനേജർ അയാളെ വിളിച്ചായിരുന്നു. പക്ഷേ അയാളെ കുറച്ച് ഉടക്കലൈന. ഞാൻ എന്താ ചെയ്യേണ്ടത്? താനൊരു കാര്യം ചെയ്യ്, ആരുടെയൊക്കെ ഒരു റിക്വസ്റ്റ് കൊടുക്ക. ഭൂമി നമുക്ക് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താം. ഗവൺമെന്റ് ഒഫീഷ്യൽസ് വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയാൽ അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്ക് യു സാർ. സാർ പറഞ്ഞ പോലെ ചെയ്യാം. ഇനി എന്നാ നമ്മൾ തമ്മിൽ കാണുന്നേ? സാർ പറഞ്ഞാൽ മതി. ഐ എം ഓൾവേസ് റെഡി. ഓക്കെ, തന്റെ തിരക്കൊഴിയട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെ. മണിക്ക് ആരുടെയൊക്കെ റിക്വസ്റ്റ് അയക്കണം. ബാക്കി കളക്ടർ സാർ നോക്കിക്കോളും. ഓക്കെ സാർ. അപ്പോ പരമേശ്വരൻ സാറിന്റെ അഹങ്കാരത്തിന് ഒരു അടി കൊടുക്കാം അല്ലേ സാറേ?